ഞാൻ പകുതി റെഡി ആയിട്ട് പാർലറിൽ പോവാ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി സാരി ഉടുക്കാൻ വേണ്ടി സലോൺ പോണു. അതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ നിർത്തി വയ്ക്കുക. വെൽക്കം. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നേരെ നേഹേൻ്റെ വീട്ടിൽ പോവുക. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ മമ്മി കാർ ഓടിക്കുക, മമ്മീനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലിരുന്ന് റെഡി ആവാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഞാനിന്ന് രാവിലെ എണീറ്റപ്പോൾ എന്നെ മടി പിടിച്ച് അങ്ങനെ ലേറ്റ് ആയതാണ്. കുഴപ്പമില്ല. അപ്പോൾ നേഹേൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ സാരി ഉടുത്തു, ഹെയർ കുറച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ അവർ ബാക്കിൽ എനിക്ക് മുല്ലപ്പൂവൊക്കെ വെച്ചത്. മുല്ലപ്പൂ വെക്കുന്നില്ലെന്നായിരുന്നു ഐഡിയ, പക്ഷെ അവരുടെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ച് തന്നു. അങ്ങനെ സെറ്റേ. അങ്ങനെ മമ്മി എന്നെ നേരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാട്ടോ. നല്ല വെയില കൊതിയും. രണ്ട് സുന്ദരികൾ. ഞാൻ നിന്നെ എടുക്കും. ഇല്ല ഒരു കാര്യം എങ്ങനെയുണ്ട്? ആരാണ് എല്ലാം സെയിം അതിന് കിട്ടുന്നില്ല, അതുകൊണ്ട് കഴിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ എടുക്കും. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേഹയുടെ പാരൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നേഹ സദ്യ കഴിക്കാൻ വേണ്ടിട്ട്. എന്നതാ ചിക്കൻ അട. നീ തന്നെ ഉദ്ദേശിച്ചേ തരില്ല. ചിക്കൻ അട. കോഴിയും ചിക്കനും ഒന്നാണ്. സമൂസ അല്ല, ചിക്കൻ അട ചെയ്ത് ഷേപ്പ് കുറച്ച് മാറിപ്പോയതാ. കഴിച്ചു നോക്കട്ടെ. കഴിക്കും. മാറി പളം പറയൂ. ഞങ്ങളങ്ങനെ ഊബറിൽ കയറി സദ്യ കഴിക്കാൻ വേണ്ടി പോവാം. ബാക്കി രണ്ടുപേരും അവിടെ ജോയിൻ ചെയ്യും. അത് നമ്മൾ ഫോട്ടോ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് നേരെ അച്ഛനടുത്ത. ഓ മീനോട് വെയിറ്റ് ചെയ്യുന്നോളം പറ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓണസാരി കൊടുത്ത് ഞാനിങ്ങനെ റെഡിയൊക്കെ ആയിട്ട് സദ്യ കഴിക്കാൻ പോലുള്ള പ്ലാൻ ഇട്ടതായിരുന്നു. ബിക്കോസ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഈ ഒരു ഓണ സമയത്ത് നാട്ടിലുണ്ടാവുന്നത്. അപ്പോൾ എനിക്കൊരു കൊതി, സ്കൂളിൽ പഠിച്ച ആൾക്കാരൊക്കെ ആയിട്ട് സാരി കൊടുത്ത് ഒന്ന് സദ്യ കഴിക്കാൻ പോയാലോ എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു, നോക്കിയപ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. ശരിയാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഫെയർവെൽ 12th ഫെയർവെല്ലല്ല ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ സാരി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഐ തിങ്ക് ആഫ്റ്റർ 10 years. അപ്പോൾ ഞാൻ ഒരു പരിപാടികൾക്കും ഒരു കല്യാണങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതല്ല, പിന്നെ ഇവിടെ സ്ഥലത്തും ഇല്ലായിരുന്നു. ചില ഇൻവൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അപ്പോൾ ഇവരെല്ലാവരും സാരി കൊടുത്ത് ഇങ്ങനെ ഒരുമിച്ച് പിക്ചേഴ്സ് ഒക്കെ ഇടുമ്പോഴേക്കും എനിക്കിങ്ങനെ
ചെറുതായിട്ട് ഇങ്ങനെ വിഷമം ഉണ്ടായി. കുശും വന്നില്ല, ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത്തവണ എന്തായാലും ഓണത്തിന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് മീനു Instagram handle. ഹലോ ആർപ്പി. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാ. പായസം ചോദിച്ചിട്ടുണ്ടോ ഞാൻ സദ്യയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ചോദിച്ചില്ല. എനിക്കറിയില്ല. അട ഉണ്ടാവും, അടപ്പായസം. ഞാൻ ആദ്യം പാൽപ്പായസം ബോളി ഉണ്ടാവും. ഫസ്റ്റ് റൗണ്ട് സദ്യ വിളമ്പിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് കഴിക്കാറില്ല. അതിനെനിക്കറിയാം, ഇതൊരു പപ്പടമാണ് കോമ്പിനേഷൻ. പക്ഷെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതാണ് എന്റെ പരമ്പരാഗതം. എന്ത് ഞാൻ പക്ഷെ ഇങ്ങനെ കഴിച്ചിട്ട് അതാണ് കറക്റ്റ് രീതി അടപ്പായസത്തിലേക്കുണ്ട്. എന്റെ പായസം വരുമ്പോഴേക്കറിയാം ഗ്ലാസ്സിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കാണിച്ചു. ഇങ്ങനെയാണ് ഞാൻ പായസം കഴിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇവരെ പോലെ ഇലയിൽ വെച്ച് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ നക്കി ഇങ്ങനെ കഴിക്കാനാണ്. വീട്ടിലാണെങ്കിൽ ഓക്കെ, പക്ഷെ പുറത്ത് എനിക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇതാണ്ട് ഇങ്ങനെയാണ് ആൻഡ്രിയ പായസം ഇരിക്കേണ്ടത്. ഓവർ മധുരമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലയില് പായസമൊക്കെ വെച്ച് ബോളിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ടേസ്റ്റ് കുഴപ്പമില്ല, എനിക്ക് പായസത്തിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല, ബോളിയുടെ ടേസ്റ്റാണ് കൂടുതൽ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നല്ല ഫുള്ളായിട്ടുണ്ട് കേട്ടോ. സദ്യ എനിക്ക് വിചാരിച്ച പോലെ ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് കറികൾ അവിടെ ഇവിടെയൊക്കെ ബാക്കി വെച്ചു. പക്ഷെ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ സദ്യ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസമൊക്കെ ഇഷ്ടമായി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബോളിയും പായസമൊക്കെ ഒന്നിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഇതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും സദ്യ എല്ലാം കഴിച്ച് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ സദ്യ കഴിച്ച് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഫോർത്ത് ഫ്ലോർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോവാ. അപ്പൊ ഇന്നത്തെ പരിപാടി ഫുൾ തീർന്നു. ഓ താങ്ക് യു. My special gift for Andrea this Onam. അപ്പോ ഞങ്ങളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രാവശ്യത്തെ ഓണം? Nice. ആദ്യമായിട്ടാന്ന് തോന്നാം Andrea സ്കൂളിന് ശേഷം ഓണാഘോഷിക്കും. ഞാൻ പറയായിരുന്നു നമ്മൾ ആഫ്റ്റർ 10 years ഞാൻ നിങ്ങളുടെ എല്ലാവരും കൂടെ സാരി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഓരോരുത്തരായിട്ട് പിരിയും. ഹായ്, സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. സാരിയൊക്കെ ഓബ്വിയസ്ലി മാറ്റി എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ബോയ്സ് എല്ലാവരും ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയാലോ എന്ന്. ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ പുറത്ത് വന്നേക്കുക. അപ്പോൾ ഞാനിവിടെ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അകത്ത് ചെന്നിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഫിലിമിന് പോകാനിരിക്കുക. അപ്പോൾ ഇറ്റ്സ് എ വെരി ലോങ് ഡേ. ഓണം ഇസ് റിയലി ഗോയിങ് ഗുഡ്. ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫുൾ ഡേ പുറത്ത്. ഈവൻ ദോ ഐ എം ടയർഡ്, പക്ഷേ എവറിത്തിങ്സ് ഗോയിങ് ഗുഡ്. അപ്പം ഞാൻ അകത്ത് എത്തിയിട്ട് കാണിച്ചു തരാം.
നീ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ഓരോ സിപ്പ് അടിക്കുമ്പോ ഓരോരോ പ്ലാൻ ഞങ്ങളുടെ ഇവിടെ ലുലു മോളിൽ എത്തിയപ്പോ നിവിൻ പോളിയുടെ ആ ഫിലിം കാണാൻ വേണ്ടി എത്തിയപ്പോ അപ്പൊ ഞാനും അമ്മയുണ്ട്. അപ്പൊ ഫിലിം കണ്ടിട്ട് പറയാം. ഞങ്ങളിത് സാലഡ് ഒക്കെ മേടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിച്ചു. എനിക്ക് ഇത് വേണ്ട, പനീർ സാലഡ് മേടിച്ചു. അപ്പൊ അതൊന്ന് കഴിച്ചിട്ട് നേരെ ഫിലിമിന് കയറാനാ പ്ലാൻ.